ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ചെപ്പുകൾ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ മൂന്നാം ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ്. സെൽ ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഏകകോശ ജീവികൾ. ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയെല്ലാം ഏകകോശ ജീവികളാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. Organisms with one cell in their body are unicellular organisms. ബഹുകോശ ജീവികൾ. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. സസ്യങ്ങളും ജന്തുക്കളുമൊക്കെ ബഹുകോശ ജീവികളാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. Organisms with more than one cell in their body are called മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ഇതുകൂടാതെ ജന്തുകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആനിമൽ സെൽ. ഏതൊക്കെയാണവ? സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം, സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം, ന്യൂക്ലിയസ് അഥവാ മർമ്മം. ഇതുകൂടാതെ ജന്തുകോശത്തിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതിന് വാക്യൂൾ അഥവാ ഫേനം എന്ന് പറയും. മേൽപ്പറഞ്ഞവയെല്ലാം എന്താണെന്നും നമ്മൾ പഠിച്ചതാണ്. കോശസ്തരം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിംഗ് ഓഫ് ദ സെൽ. കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. സൈറ്റോപ്ലാസം. The matrix filled in the cell membrane is cytoplasm. മർമ്മം. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. അങ്ങനെയെങ്കിൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണോ? ഇത് നമുക്ക് ഒരു പരീക്ഷണമായി ചെയ്തു നോക്കാം. ലക്ഷ്യം: സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണോ എന്ന് കണ്ടെത്തുക. Objective: is plant body made up of cells? നമ്മളിവിടെ ഉള്ളിയിലെ കോശങ്ങളാണ് പരീക്ഷണ വിധേയമാക്കുന്നത്. ആവശ്യമായ സാമഗ്രികൾ: മെറ്റീരിയൽസ് നീഡഡ്. ഉള്ളി അഥവാ ഒനിയൻ, സൂക്ഷ്മദർശിനി അഥവാ മൈക്രോസ്കോപ്പ്, സ്റ്റെയിൻ, സഫ്രാനിൻ, ശുദ്ധജലം അഥവാ പ്യുവർ വാട്ടർ, വാച്ച് ഗ്ലാസ്, കവർ സ്ലിപ്പ്, ഫോർസെപ്സ്. പ്രവർത്തനം: സ്ലൈഡ് തയ്യാറാക്കുന്ന വിധം. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്തുനിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക. സഫ്രാനിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. ഉള്ളിത്തൊലി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. പ്രൊസീജിയർ: Method of preparing slide. Remove the dry outer layers of onion. Then peel off the thin layer from the fleshy part. Keep this in water in a watch glass. After staining it, place a small portion on a slide by using a brush. Cover it with cover glass. Observe the onion peel through a microscope. നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. താഴെ കാണുന്ന ചിത്രത്തിലെ രീതിയിൽ ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. സെൽസ് ഓഫ് ഒനിയൻ പീൽ. നിഗമനം: സസ്യശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇൻഫറൻസ്: പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എങ്കിൽ വിവിധ സസ്യഭാഗങ്ങൾ ഒരേ തരം കോശങ്ങൾ കൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളം തണ്ടിൽ നിന്ന് കുറുകെയുള്ള ഛേദമെടുക്കുക. ഛേദം നേർത്തതും പൂർണ്ണവുമാവണം.
ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. വിവിധ തരം സസ്യകോശങ്ങൾ കാണുന്നില്ലേ? Are the different parts of a plant made up of similar kinds of cells? Take a cross section of a tender stem of a plant using a sharp blade. It should be thin and complete. Place the section on a slide and observe it through the microscope. You can see different types of plant cells. അപ്പോൾ സസ്യകോശങ്ങളിലും വൈവിധ്യമുണ്ട് അല്ലേ? മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലിപ്പം എന്നീ കാര്യങ്ങളിൽ ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. Diversity in plant cells too. Haven't you observed guard cells in your lower classes? Don't you see other cells also with the guard cells in the given figure? Are the guard cells the other cells in the leaves and the cells in the onion peel same in shape and size? Compare and write the inference in the science diary. അതെ, സസ്യശരീരത്തിലും ജന്തുശരീരത്തിലും വ്യത്യസ്ത തരം കോശങ്ങളുണ്ട്. There are different types of cells in the plant body and in the animal body. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വ്യത്യസ്ത ഭാഗങ്ങളിലെ കോശങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യസ്തമാണ്. Cells in different parts of plants and animals vary in shape and size. ഈ ചിത്രം നോക്കൂ. സസ്യകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് സെൽസ്. മർമ്മം അഥവാ ന്യൂക്ലിയസ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, കോശഭിത്തി അഥവാ സെൽ വാൾ, ഫേനം അഥവാ വാക്വോൾ, കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ. ജന്തുകോശവുമായി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഈ ഭാഗങ്ങളുടെയെല്ലാം പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. കോശഭിത്തി. സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് കോശഭിത്തി. സെൽ വാൾ. സെൽ വാൾ ഈസ് എ സ്ട്രക്ചറൽ ലെയർ സറൗണ്ടിങ് പ്ലാന്റ് സെൽസ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ. കോശസ്തരം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. Cell membrane. Cell membrane is the covering of the cell. കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. സൈറ്റോപ്ലാസം. The matrix filled in the cell membrane is cytoplasm. മർമ്മം. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. ന്യൂക്ലിയസ്. Nucleus is the center of the cell. ഹരിതകണം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നു. കോശദ്രവ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ്. ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽസ്. ലൊക്കേറ്റഡ് ഇൻ സൈറ്റോപ്ലാസം. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. സസ്യകോശത്തിൻ്റെ ഫേനം ജന്തുകോശത്തിൻ്റെ ഫേനത്തേക്കാൾ വലുതാണ്. The vacuole of the plant cell is larger than the vacuole of the animal cell. അങ്ങനെയെങ്കിൽ ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളിലുമുണ്ടോ? ഉണ്ട്. ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിലുണ്ടോ? അതും ഉണ്ട് അല്ലേ? ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ ക്രോഡീകരിക്കൂ. Are the parts you have labeled in animal cells seen in plant cells too? Yes. Is there any part in the plant cell which is not there in an animal cell? Yes. Compare the figures and consolidate your findings in the table. പട്ടിക നോക്കൂ. കോശഭാഗങ്ങൾ.
മർമ്മം ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഉണ്ട്. കോശഭിത്തി ജന്തുകോശത്തിൽ ഇല്ല, സസ്യകോശത്തിലുണ്ട്. കോശസ്തരം ജന്തുകോശത്തിലും സസ്യകോശത്തിലുമുണ്ട്. ഫേനം ജന്തുകോശത്തിലുമുണ്ട്, സസ്യകോശത്തിലുമുണ്ട്. ജന്തുകോശത്തിൽ ഫേനം ചെറുതും സസ്യകോശത്തിൽ വലുതുമാണ്. ഹരിതകണം ജന്തുകോശത്തിൽ ഇല്ല, സസ്യകോശത്തിൽ ഉണ്ട്. കോശദ്രവ്യം ജന്തുകോശത്തിലും സസ്യകോശത്തിലുമുണ്ട്. Parts of the cell. Nucleus present in animal cell and plant cell. Cell wall not present in animal cell, present in plant cell. Cell membrane present in animal cell and plant cell. Vacuole present in animal cell and plant cell. Vacuole is small in animal cell and large in plant cell. Chloroplast not present in animal cell, present in plant cell. Cytoplasm present in animal cell and plant cell. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്തു നോക്കാം. താഴെ പറയുന്ന കോശഭാഗങ്ങളെ സസ്യകോശത്തിൽ മാത്രമുള്ളത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണുന്നത് എന്നിങ്ങനെ വേർതിരിക്കൂ. മർമ്മം, ഹരിതകണം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം എന്നിവയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സസ്യകോശത്തിൽ മാത്രമുള്ളത് ഏതാണ്? അതെ, ഹരിതകണം, കോശഭിത്തി. ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണുന്നത് ഏതാണ്? മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. Classify the following parts of cell which are found only in plant cells and those found in both animal cells and plant cells. Nucleus, chloroplast, cytoplasm, cell wall, vacuole, cell membrane. Found only in plant cells. Chloroplast, cell wall. Found in both animal cells and plant cells. Nucleus, cytoplasm, vacuole, cell membrane. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി? ജന്തുശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തി. ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. We have learned that the body of animals and plants are made up of cells. Plants and animals have cells that differ in shape and size. The life-sustaining activities take place by the coordination of these cells. താഴെ പറയുന്ന പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം. കോശങ്ങൾ നിരീക്ഷിക്കാൻ മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് കോശങ്ങളെ നിരീക്ഷിക്കാൻ സാധ്യമല്ല. ഒരു കോശം മാത്രമുള്ള ജീവികളും ഭൂമിയിലുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിനു കാരണം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമാണ്. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലുപ്പത്തിലുള്ള വ്യത്യാസമല്ല, എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെ ആയിരിക്കും. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെയല്ല, അതും നമ്മൾ മനസ്സിലാക്കി. Do you agree with the following statements? Explain. Hand lens, microscope, etc. may be used for observing cells. A microscope is needed to observe the cells. There are organisms on the earth with only one cell. Unicellular organisms have only one cell. The difference in the size of organisms is due to the difference in the size of cells.
The difference in the size of the organism is not the difference in the size of the cells, but the difference in the number of cells. All cells in an organism are of the same kind. All cells of an organism are not same. ജന്തുകോശവും സസ്യകോശവും താരതമ്യം ചെയ്ത് ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയിലെ ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കോശഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലുണ്ട്. മർമ്മം: സസ്യകോശത്തിൽ വലുത്, ജന്തുകോശത്തിൽ ചെറുത്. ഫേനം: സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ ഇല്ല. കോശഭിത്തി: സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലുണ്ട്. കോശസ്തരം: സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ ഇല്ല. ഹരിതകണം: സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലുണ്ട്. കോശദ്രവ്യം. Given below in the table are a few details prepared by a child comparing animal cell and plant cell. Complete the table by filling parts of the cell. Present in plant cell and animal cell. Nucleus. Large in plant cell, small in animal cell. Vacuole. Present in plant cell, not present in animal cell. Cell wall. Present in plant cell and animal cell. Cell membrane. Present in plant cell, not present in animal cell. Chloroplast. Present in plant cell and animal cell. Cytoplasm. Caskets of life. ജീവന്റെ ചെപ്പുകൾ എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.